രാഹുൽ ഇനി പാലക്കാട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു. അല്ല, താങ്കൾ കോൺഗ്രസിലുള്ള ആളല്ലേ ഇപ്പോൾ നിലവിൽ? കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും. പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഇപ്പൊ കോൺഗ്രസിന് തോന്നുകയാണ് ആജീവനാന്ത കാലം രാഹുൽ പുറത്തു നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എന്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മരണം വരെ കോൺഗ്രസ്സുകാരനായി പുറത്തു നിൽക്കും. എനിക്ക് ആകെയുള്ളൊരു വിഷമം, എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നോട് ചോദിച്ചില്ല, എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അത് പരാതിയല്ല കേട്ടോ. നമ്മുടെ ഈ ഇന്റർവ്യൂവിന്റെ ഫോക്കസ് അതാകരുത്, ടാഗ് ലൈൻ അതാകരുത്. രാഹുലിന് വിഷമമുണ്ട്, കേട്ടില്ല, അതല്ല. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായ കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഒരു പാർട്ടിക്കാരന് താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ അയാൾ പുറത്തായി നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് എന്നെ ഏറ്റവും തകർത്ത, എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമമുണ്ടായത്. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലെങ്കിൽ ഒരു പ്രയാസമില്ല. കേരളത്തിന്റെ വിഷമം കണ്ടാൽ രാഹുലിന് മാത്രം പറയുന്ന കുറെ കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ട്, അത് കോടതിയിൽ ബോധ്യപ്പെടുത്തു. പക്ഷേ ജനത്തിന്റെ മനസ്സിൽ ഇപ്പോഴും കുറേയധികം ഷെയ്ഡുകൾ, കുറേയധികം സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാതെ രാഹുലിന് ജനത്തിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് എനിക്ക് ഇനി വോട്ട് തരണം എന്ന് ആവശ്യപ്പെടാനുള്ള ഞാൻ ഒരു വാക്ക് പോലും പറയാതെ എന്നെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഒരു മറുപടി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിശബ്ദനായി ഇരുന്നിട്ട് എനിക്ക് കത്തുകൾ അയക്കുന്ന എത്രയോ അമ്മമാര്, അതുപോലെ എന്നെ വിളിച്ച് എന്നെ ശാസിക്കുന്നവരുണ്ട്, വഴക്ക് പറയുന്നവരുണ്ട്, വഴിപാട് നടത്തുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ പള്ളികളും അമ്പലങ്ങളും ഒക്കെ പോകാൻ തീരുമാനിച്ച ഇനിയുള്ള മനുഷ്യായുസ് മുഴുവൻ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരും. അത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസം ഉണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ പ്രയാസവും കുറ്റബോധവും ഒക്കെ ഉണ്ടായി. അതെനിക്ക് കുറെ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. കുറെ കാര്യങ്ങളിൽ എനിക്ക് മാറ്റം വരുത്തണമെന്നുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം അത് ഈ ജനങ്ങൾ തരുന്നൊരു നിസ്സീമമായ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോകില്ല. രാഹുൽ ഇപ്പോഴീ കേസില്ല എങ്കിൽ അങ്ങ് ചോദിച്ചതടക്കമുള്ള ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരോപിക്കുക അതിലുണ്ടല്ല. യഥാർത്ഥത്തിൽ വലിയ സങ്കടവും വലിയ നിരാശയും വലിയ വേദനയും എല്ലാം അതോടൊപ്പം അതിലേറെ സന്തോഷവും ഉള്ള ഒരു സമയമാണിത്. രാഹുൽ മാങ്കൂട്ടം, നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഞാൻ ഇന്ന് ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാടധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ രാഹുലിനെ ഒരു രീതിയിലും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറായിട്ടില്ല. എന്നെപ്പോലെ 1000 ആളുകൾ വീഡിയോയിലായിട്ടും കമന്റ് ബോക്സിലായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യുവജന നേതാവിനോടൊപ്പം നിൽക്കാൻ 10,000ങ്ങളുണ്ട്. വലിയ വേദനയാ, വലിയ സങ്കടമുണ്ട്. ഇപ്പൊ വല്ലാത്തൊരു സങ്കട. കാരണം അയാൾ പാലക്കാട്ടേക്ക് തിരിച്ചെത്തും. പാലക്കാടിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകും എന്ന് വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട്, വല്ലാത്ത പ്രതീക്ഷയിലുമായിരുന്നു. രാഹുൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ പാർട്ടി തീരുമാനിക്കും. അത് പറയുമ്പോഴും പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്നു, തൻ്റെ ജീവിതം, തൻ്റെ രാഷ്ട്രീയ ജീവിതം, തൻ്റെ രാഷ്ട്രീയ ഭാവി അത് പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നുമോനെ രാഹുലെ, നിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയാ. നിന്റെ മുന്നിൽ എന്താ കാര്യം? പാർട്ടി പടിയടച്ച് പിണ്ടം വെച്ചിട്ടും തനിക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പാലക്കാട് ഉണ്ടായിട്ടും പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട്, പാർട്ടിയുടെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട്, പാർട്ടി വരച്ചിരിക്കുന്ന വര മറികടന്നുകൊണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് താൻ എത്തിച്ചേരില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നുണ്ട്. പ്രിയപ്പെട്ട രാഹുലെ, ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പാലക്കാട് മത്സരിക്കണമെന്ന്
അതിയായി ആഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പാർട്ടി തന്നെ കേട്ടില്ല, പരാതിയല്ല, അത്രമാത്രം സങ്കടമുണ്ട്. കാരണം സങ്കടം ഉണ്ടാവും. പാർട്ടി പ്രതിരോധത്തിലായ ഓരോ ഘട്ടത്തിലും ഈ പാർട്ടിയുടെ ന്യായം പറയാൻ രാഹുൽ മാങ്കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയാ രാഹുലിനെ ജനമറിയുന്നത്? എങ്ങനെയാ രാഹുലിന് ഇത്ര വലിയ പിന്തുണയുണ്ടാവുന്നത്? എവിടെ നിന്നാ രാഹുൽ തുടങ്ങിയത്? രാഹുൽ സമര പോരാട്ടങ്ങളിലെ നിറസാന്നിധ്യമായിടത്തു നിന്നാണോ ഇത്ര വലിയ ജനപിന്തുണയുണ്ടായിരുന്നത്? അല്ല, രാഹുൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന മുന്നണി പോരാളിയായപ്പോഴാണ് അയാൾക്ക് ഇത്ര വലിയ പിന്തുണയുണ്ടായത്. എസ്പെഷ്യലി ചാനൽ ചർച്ചകളിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി അവതാരകനും മറ്റുള്ള 3-4 പാനലിസ്റ്റുകളും ഒരുമിച്ചിരുന്ന് പാർട്ടിയെ പിച്ച് ചീന്തുമ്പോ ആണൊരുത്തൻ മുന്നിൽ നിന്ന് നയിച്ച് പാർട്ടിയെ കൈപ്പിടിച്ചുയർത്തി പാർട്ടിയെ പ്രതിരോധിച്ചവന്റെ കൂട്ടത്തിൽ മുൻപന്തിയിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രശ്നം വന്നപ്പോ പാർട്ടി കേട്ടില്ല. എന്തായിരിക്കും കാരണം? പാർട്ടിക്ക് പാർട്ടിയുടേതായ കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ചത് അനീതിയാണെന്ന് പറയാം, ന്യായമല്ല എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് അയാളോട് ഒരു വാക്കെങ്കിലും ചോദിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് അയാളെ പുറത്താക്കണോ അകത്താക്കണോ എന്നൊക്കെ അതിന് കഴിഞ്ഞിട്ടുള്ള തീരുമാനങ്ങളാവാം. ഇനി അതല്ല, അയാളെ പുറത്താക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ ഒരു തവണയെങ്കിലും കേൾക്കണമായിരുന്നു. ഒരൊറ്റ തവണ രാഹുലിനെ കേൾക്കണമായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അച്ചുറുചുറുക്കോടെ ഈ ഇത്രയും നേരം നീണ്ടു നിന്ന ഒരു ആ ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പോലും ശബ്ദമിടറിയിട്ടില്ല, ഒരിക്കൽ പോലും പതർച്ച ഉണ്ടായിട്ടില്ല, ഒരിക്കൽ പോലും വാക്കുകൾ മുറിഞ്ഞു പോയിട്ടില്ല. ഒരൊറ്റ തവണ മാത്രം എൻ്റെ പാർട്ടി എന്നെ കേട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് മാത്രം പ്രിയപ്പെട്ട രാഹുലിൻ്റെ നെഞ്ച് പൊട്ടിയിട്ടുണ്ട്. കാരണം എന്താ? ഈ പാർട്ടിയെ അയാൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി അയാളുടെ ജീവിതവും സമയവും അയാളുടെ വിയർപ്പും ചോരയും എല്ലാം പാർട്ടിക്ക് വേണ്ടി അയാൾ ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നിട്ടും അയാളോട് ചോദിക്കുന്നു പാലക്കാട്ട് മത്സരിക്കുമോ എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ എല്ലാ സാധ്യതകളുമുള്ള, സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ പോലും പാലക്കാട്ടെ ജനം കൈവിടില്ല എന്ന് ഉറപ്പുള്ള സിറ്റിംഗ് MLA ചോദിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സിറ്റിംഗ് MLA ചോദിക്കുന്നു പാലക്കാട് വീണ്ടും മത്സരിക്കുമോ? അപ്പോഴും മറുപടി എന്താ? പാർട്ടി പറയും. ഏത് പാർട്ടി? തന്നെ പുറത്താക്കിയ പാർട്ടി, തന്നെ ഉൾക്കൊള്ളാത്ത പാർട്ടി, താൻ പുറത്തു നിൽക്കുന്ന തൻ്റെ പാർട്ടി. ആ പാർട്ടി പറയും താൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇതാണോ നിലപാട്? ഇതാണോ നട്ടെല്ല്? ഇതിനെയാണ് നമ്മൾ നട്ടെല്ലെന്നും നിലപാടെന്നും ഒക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ അതിയായി ആഗ്രഹിച്ചതാണ്, പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇന്ന് അയാളുടെ വാക്കുകൾ ഇനി ഒരു വലിയ അത്ഭുതം സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായിരിക്കണം ആ അത്ഭുതം? ആ അത്ഭുതം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമെന്നുള്ളതാണ് ആ അത്ഭുതം. അത് സംഭവിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടം പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട്, പാർട്ടിയുടെ അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട്, പാർട്ടി വരച്ച വരയ്ക്ക് അപ്പുറത്തേക്ക് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു മത്സരിക്കുവാനുള്ള, സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാർട്ടി തന്നെ കേട്ടില്ല എന്ന് അയാൾക്കൊരു വിഷമമുണ്ട്. പാർട്ടിക്ക് പരിഗണിക്കാമായിരുന്നു, അല്ലേ? പുറത്താക്കണമെന്ന് ഉറച്ച തീരുമാനമെടുത്തതിന് ശേഷമെങ്കിലും രാഹുലിന് എന്താണ് പറയാനുള്ളത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക്
അയാളോട് ചോദിക്കാമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. വലിയ സങ്കടമുള്ള കാര്യം, വലിയ വിഷമമുള്ള കാര്യം. കാരണം ഈ പാർട്ടി വീണെടുത്ത് കരന്ന് ഉരുണ്ടപ്പോൾ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ കൈ പിടിച്ചുയർത്താൻ ഈ രാഹുൽ മാങ്കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് എവിടെയോ പാർട്ടി മറന്നതാണോ, ഇനി പാർട്ടിയുടെ ലൈൻ എന്ന് പറയുന്നത് മറ്റു വല്ല ലൈനുമാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. എന്താണെങ്കിലും രാഹുൽ തുറന്ന് സംസാരിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട്, തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ട് താൻ ഈ രാജ്യത്ത് നിയമത്തിന് വിരുദ്ധമായിട്ട് ഈ നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് രാഹുൽ പറയുന്നുണ്ട്. കോടതിയും പറയുന്നുണ്ട് ഇല്ലേ? അപ്പോ ഒരു വേട്ട നടന്നിരിക്കുന്നു. അത് പാർട്ടിക്ക് പുറത്തു നിന്നാണെന്നും രാഹുൽ പറയുന്നുണ്ട്. പാർട്ടിക്ക് അകത്ത് നിന്നല്ല ഈ ഗൂഢാലോചനകൾ പുറത്തു വന്നത്, അല്ലെങ്കിൽ ഗൂഢാലോചനകൾ നടന്നത് എന്നും അയാൾ പറയുന്നുണ്ട്. വളരെ വ്യക്തമാണ്. ഇവിടെ ഒരു ചെറിയ പിഴവ് പാർട്ടിക്ക് സംഭവിച്ചോ, എടുത്തു ചാടിയുള്ള ഒരു തീരുമാനം പാർട്ടി എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ അവിടെയും പാർട്ടിക്ക് അതിൻ്റെ ന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ രാഹുലിനെ കേൾക്കണമായിരുന്നു. അത് പാർട്ടിക്ക് പാർട്ടിയുടെ തീരുമാനമെടുക്കാം, പക്ഷെ അവിടെയും രാഹുലിനെ കേട്ടതിന് ശേഷം മാത്രമാവണമായിരുന്നു. അത് പക്ഷേ നടന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. എന്താണെങ്കിലും തന്നിൽ നിന്ന് പാർട്ടിയെ എടുത്ത് പുറത്തു കളയാൻ അതിന് താൻ തന്നെ തീരുമാനിക്കണം. അത് മരണം വരെ സംഭവിക്കില്ല എന്ന് ആണയിട്ട് ആണൊരുത്തൻ പറയുന്നുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചോളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ കി ജയ് എന്ന്, അല്ലേ? ഉറക്കെ, അതിലുറക്കെ വിളിക്കാൻ നമുക്ക്. അയാൾ അത്രമാത്രം പാർട്ടിയാണ്, പാർട്ടി മാത്രമാണ് അയാൾ എന്ന് അയാൾ ആണയിട്ട് അടിവരയിടുന്നുണ്ട്. എനിക്ക് ശരിക്കും ഈ ഒരു ഭാഗം കേട്ടപ്പോൾ വലിയ സങ്കടമാണ് വന്നത്, വലിയ നിരാശയാണ് എനിക്കുണ്ടായത്. കാരണം പലപ്പോഴും കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി രാഹുൽ ഇല്ലെങ്കിലും പാലക്കാട്ട് നിന്ന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവിടെയും പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ അത്ഭുതം രാഹുൽ മാങ്കൂട്ടം UDF സ്ഥാനാർത്ഥിയായിട്ട് വരാനും സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്.